നമസ്തേ. വിഷ്ണു സൂക്ത പഠനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ വിഷ്ണു സൂക്തത്തിലെ 3ാമത്തെ മന്ത്രത്തിലേക്കാണ് കടക്കുന്നത്. ഈ 3ാമത്തെ മന്ത്രത്തിലേക്കാണ് കടക്കുന്നത്. ഈ 3ാം മന്ത്രത്തില് അതിന്റെ ഋഷിയും ദീർഘതമാഹാഋഷി ഋജുപ്തിഷ്ടുഛന്ദ. നേരത്തെ നിന്ന് വ്യത്യാസമുണ്ട് ഇതിന്റെ ഛന്ദസ്സില്. ഋജുപ്തിഷ്ടുഛന്ദ. പിന്നെ വിഷ്ണുർദേവത ദൈവതസ്വര. ഞാൻ ആ മന്ത്രം ഒന്ന് ചൊല്ലാം. പ്രവിഷ്ണവേ ശൂഷമേതുമന്മ ഗിരീക്ഷിത ഉരുഗായായ വൃഷ്ണേ ഇദം ദീർഘം പ്രയതം സധസ്തം ഏകോ വിമമേ ത്രിഭിരിപ്പദേവി. ഓം പ്രവിഷ്ണവേ ശൂഷമേതുമന്മ ഗിരീക്ഷിത ഉരുഗായായ വൃഷ്ണേ ഇദം ദീർഘം പ്രയതം സധസ്ഥം ഏകോ വിമമേ ത്രിഭിരിപ്പദേവി. ഒന്നും കൂടി ചൊല്ലാം. പ്രവിഷ്ണവേ ശൂഷമേതുമന്മ ഗിരീക്ഷിത ഉരുഗായായ വൃഷ്ണേ ഇദം ദീർഘം പ്രയതം സധസ്ഥം ഏകോ വിമമേ ത്രിഭിരിപ്പദേവി. പ്രവിഷ്ണവേ ശൂഷമേതുമന്മ ഗിരീക്ഷിത ഉരുഗായായ വൃഷ്ണേ ഇദം ദീർഘം പ്രയതം സദസ്തം ഏകോ വിമമേ ത്രിഭിരിപ്പദേഭി. 3ാം മന്ത്രത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്താ മന്ത്രത്തിൽ പറയുന്നത്? ഗിരീക്ഷിത. ഗിരീക്ഷിതേ വേദവാണിയിൽ സ്ഥിതി ചെയ്യുന്നവനും വേദവാണിയിൽ സ്ഥിതനും. ഗിരീക്ഷിതേ ഉരുഗായായ സ്തുതിക്കാൻ യോഗ്യനും സ്തുതിക്കാൻ യോഗ്യനായിട്ടുള്ളവനും. ഉരുഗായ എന്നാൽ സ്തുതിക്കാൻ യോഗ്യനായവനും. വൃഷ്ണേ സുഖങ്ങളെ വർഷിക്കുന്നവനും ശക്തിശാലിയുമായ. വൃഷ്ണേ എന്നുള്ള വാക്കിനർത്ഥം സുഖങ്ങളെ വർഷിക്കുന്നവനും ശക്തിശാലിയായതുമായവൻ എന്നൊരർത്ഥം. വിഷ്ണവേ വിഷ്ണുവിനായി സമർപ്പിച്ചുകൊണ്ട് ചൊല്ലുന്ന ശൂഷം കാമക്രോധാദികളായ സകല ശത്രുക്കളെയും ശോഷിപ്പിക്കുന്ന. ശൂഷം എന്ന് പറഞ്ഞാല് കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം തുടങ്ങിയ സകല ശത്രുക്കളെയും ശോഷിപ്പിക്കുന്ന മന്മ. ഈ മഹനീയമായ സ്തോത്രം ഈതു ലക്ഷ്യത്തെ പ്രാപിക്കട്ടെ, അല്ലെങ്കിൽ ഫലവത്താവട്ടെ. പിന്നെന്താ പറയുന്നത്? യഹ ഏതൊരു വിഷ്ണു ഇദം ഈ ദീർഘമേ വിശാലമായ പ്രയതം മഹത്തായ പ്രയത്നത്താൽ ഉളവാകുന്ന മഹത്തായ പ്രയത്നത്താൽ ഉളവാകുന്ന സധസ്ഥം ലോകത്രയത്തെ ഏകനായിക്കൊണ്ട്. സധസ്ഥം ലോകത്രയത്തെ ഏകനായി നിന്നുകൊണ്ട്. ത്രിഭിഹി ഇത് പദേഭിഹി. ത്രിഭിഹി ഇത് പദേഭിഹി. തന്റെ 3 കാലടികളാൽ വിമമേ വിശേഷമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ഈ മന്ത്രം ചൊല്ലാം. ഇതിന്റെ ഋഷി പറഞ്ഞു. ദീർഘതമാഹാഋഷി ഋജുപ്തിഷ്ടുഛന്ദ വിഷ്ണുർദേവത ദൈവതസ്വര. ഓം പ്രവിഷ്ണവേ ശൂഷമേതു മന്മ ഗിരീക്ഷിത ഉരുഗായായ വൃഷ്ണേ ഇദം ദീർഘം പ്രയതം സധസ്ഥം ഏകോ വിമമേ ത്രിഭിരിപ്പദേഭി. അർത്ഥം പറഞ്ഞു തുടങ്ങി. ഗിരീക്ഷിതേ വേദവാണിയിൽ സ്ഥിതനും, ഉരുഗായായ സ്തുതിക്കാൻ യോഗ്യനും, വിഷ്ണേ സുഖങ്ങളെ വർഷിക്കുന്നവനും, ശക്തിശാലിയുമായിട്ടുള്ള വിഷ്ണവേ വിഷ്ണുവിനായി സമർപ്പിച്ചുകൊണ്ട് ചൊല്ലുന്ന ശൂഷം കാമക്രോധാദി ലോകമോഹാദികളായ സകല ശത്രുക്കളെയും ശോഷിപ്പിക്കുന്ന. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും കാര്യങ്ങളെയൊക്കെ ശോഷിപ്പിക്കാൻ ഭഗവാൻ വിഷ്ണുവിന് കഴിയുന്നു. മന്മ ഈ മഹനീയ സ്തോത്രം, ഈ വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത്
ഈ വിഷ്ണുവിന്റെ സ്വത്തുകളിൽ നിന്ന് നമുക്കതൊക്കെ നഷ്ടപ്പെടും. ഈ വേണ്ടാത്ത കാമക്രോധാദി ലോപമോഹാദികളൊക്കെ നഷ്ടപ്പെടും. എന്ന് മാത്രമല്ല, ഏതു ലക്ഷ്യത്തെ നമുക്ക് പ്രാപിക്കാൻ കഴിയും, ഫലവത്തായി തീരാൻ നമുക്ക് കഴിയും, ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പ്രാപിക്കാൻ കഴിയും. യഹ ഏതൊരു വിഷ്ണു ഇതൻ ഈ ദീർഘം വിശാലമായ പ്രയത്നം മഹത്തായ പ്രയത്നത്താൽ ഉളവാകുന്ന സധസ്തം ലോകത്രയത്തെ ഏകനായിക്കൊണ്ട് ത്രിഭിഹി ഇത് പദേഭിഹി തന്റെ 3 കാലടികളാൽ വിമമേ വിശേഷമായി സൃഷ്ടിച്ചിരിക്കുന്നു. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് വിഷ്ണുവിനെ കുറിച്ച് ഈ സൂക്തത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. അദ്ദേഹം ഈ പ്രപഞ്ചം ഒന്നാകെ വ്യാപിച്ചു വർത്തിക്കുന്നവനാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോകമോഹാദി ശത്രുക്കളെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. ഈ വിഷ്ണുവിനെ ഉപാസിക്കുന്നതിലൂടെ ഈ മാത്തായ വിഷ്ണുവിന്റെ ഭാവത്തെ ഉൾക്കൊള്ളാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ വേദഭാഷ്യം, ഈ വേദമന്ത്രങ്ങൾ ഇപ്പോൾ ദിവസവും ഇങ്ങനെ വേദപുസ്തകത്തിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എനിക്ക് സഹായം ചെയ്യണം. ഇത് കേൾക്കുന്ന ആളുകൾ, നിങ്ങളിത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം കേട്ടോ. നിങ്ങൾ എത്തിക്കില്ലേ? കാരണം നമ്മളെല്ലാവരെയും വേദം എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് സാധാരണക്കാരായ ആളുകൾ, വീടുകളിലേക്ക് ജാതിയോ ലിംഗവിവേചനം മതവില ഒരു വിവേചനമില്ല. അവിടെ എല്ലാവർക്കും പഠിക്കാവുന്ന രീതിയിൽ നമ്മൾ ഇത് മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ എല്ലാവരിലും വേദഭാഷ്യം, വേദവും അതിൻ്റെ അർത്ഥവും വിളങ്ങട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയ നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. 4ാമത്തെ മന്ത്രം നമുക്ക് നാളെ പഠിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്തേ.